എല്ലാവർക്കും ഈശോയുടെ തിരുപ്പിറവിയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ക്രിസ്മസ് നൈറ്റ് മാസ് എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണ്. എന്തോ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടെങ്കിലും ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഉണ്ണീശോയെ കണ്ട് അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ജീവിത അഭിലാഷം പോലെയാണ്. ഓരോ ക്രിസ്മസിനും ചിലപ്പോൾ നൈറ്റ് മാസ് മിസ്സാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം, വേദന നമുക്ക് മനസ്സിലാകും. അത് മനസ്സിലാക്കുന്ന അനേകർ ഇന്ന് ലോകത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിൻ്റെ സിറ്റുവേഷനിൽ പള്ളിയിൽ പോകുവാനും ക്രിസ്മസിലൊന്നും പങ്കെടുക്കുവാനും വിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ച് പങ്കെടുക്കുവാനും കുർബാന സ്വീകരിക്കാൻ ഉണ്ണീശോയെ കാണുവാനൊക്കെ ആഗ്രഹിച്ചിട്ടും കൊതിച്ചിട്ടും സാധിക്കാത്ത എല്ലാവരെയും ഈ വിശുദ്ധ ബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പല കാരണങ്ങൾ കൊണ്ട് ക്രിസ്മസിന് വേണ്ട വിധത്തിൽ ഒരുങ്ങാൻ പറ്റാത്തവർ, സംസാരിക്കാൻ പറ്റാത്തവർ, അങ്ങനെയുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അവരുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ഉണ്ണീശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒപ്പം വളരെ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥന ചോദിക്കുക, നമ്മൾ പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുന്ന എല്ലാവരെയും ഓർക്കാം. ലോകം മുഴുവനും ഉണ്ണീശോ തരുന്ന സമാധാനവും സന്തോഷവും ശാന്തിയും ഒപ്പം തന്നെ പാൻഡമിക്കിൽ നിന്നുള്ള കംപ്ലീറ്റ് മോചനവും നൽകണമേ എന്ന് ഉണ്ണീശോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ 25 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിച്ച പ്രത്യേക നിയമത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടും വിശുദ്ധിയോടും കൂടി ബലി നമുക്ക് അർപ്പിക്കാം.
കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച മെസ്സിഹ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ചൈതന്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. പുൽക്കൂട്ടിൽ അവതീർണനായ മെസ്സിഹായെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി സ്വീകരിച്ച് നമുക്ക് ആരാധിക്കാം. ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഭക്തിയോടെ പരികർമ്മം ചെയ്ത് പരിത്രാണകർമ്മത്തിന് ഫലങ്ങൾക്ക് അർഹരാകുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
കിണ്ണം വാട്ടി നാമിച്ചിടുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഒന്നാം വായന യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. തിരുവാശീർവദിച്ചാൽ തന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു,
നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതിവദിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിന് പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ യെശയ്യാ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക. മനുഷ്യരെ അഹസ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് ഒരടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ ദർശനമാകും. എന്നാൽ ദുഃഖത്തിലാണ്ടുപോയവന്റെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബൂലിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാനക്കരയുള്ള ദേശത്തെ ജനതകളുടെ കയ്യിലെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ ദേശത്ത് വസിച്ചിരിക്കുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മരണീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നീതിനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസ്സീമമാണ്. അവന്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. ദൈവമായ കർത്താവിന് സ്തുതി. രണ്ടാം വായന മിഖായുടെ പുസ്തകത്തിൽ നിന്നുള്ളത്. ഗുരു ആശീർവദിക്കണമേ. സഹോദരി അനുഗ്രഹിക്കട്ടെ. അന്തിമ നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മലശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും. കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും. ജനതകൾ അവിടത്തേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിന്റെ വചനവും പുറപ്പെടും. അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാക്കുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല. അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല. ബെത്ലഹേം, എഫ്രാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവൻ്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും. കർത്താവിൻ്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. അസീറിയ നമ്മുടെ നാട് ആക്രമിക്കപ്പെടുകയും നമ്മുടെ മണ്ണിൽ കാൽ കുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ 7 ഇടയന്മാരെയും 8 പ്രഭുക്കന്മാരെയും അണിനിരത്തും. യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവൻ അനേകം ജനതകൾക്കിടയിൽ വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെ പോലെയും ആട്ടിൻപറ്റത്തിൽ യുവസിംഹത്തെ പോലെയും ആയിരിക്കും. അത് ചവിട്ടി മെതിച്ചും ചീന്തിക്കീറിയും നടക്കും. രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പ്രതിയോഗികളുടെ മീതെ നിന്റെ കരം ഉയർന്നു നിൽക്കും. നിന്റെ സർവ്വശത്രുക്കളെയും വിച്ഛേദിക്കപ്പെടും. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ആത്മീയതയാം മധുരിതമാം ഗീതികളാലെ മിശിഹാവൻ തിരുജനനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിയിടാം, നിത്യം
തിരുനാമം. മഹിമാവല്ലോ വാനിമൊഴിയിലും തിങ്ങി വിളങ്ങുന്നു. ഹല്ലേലൂയ പാടിടാം വാഴ്ത്തിടാം നിത്യം തിരുനാമം. ജനതകളവിടുത്തെ മഹിതകൾ പാടുന്നു, താണുവണങ്ങുന്നു. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ മിശിഹാതൻ തിരുജനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം വാഴ്ത്തിടാം നിത്യം തിരുനാമം. നിത്യപിതാവിന് സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ മിശിഹാതൻ തിരുജനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം വാഴ്ത്തിടാം നിത്യം തിരുനാമം. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ മിശിഹാതൻ തിരുജനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം വാഴ്ത്തിടാം നിത്യം തിരുനാമം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ഉം 4-ാം അധ്യായം 6 വരെയുമുള്ള വാക്യങ്ങൾ. മിശിഹാ തന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, മനുഷ്യസാധാരണമായ ഒരു കാരണം പറഞ്ഞാൽ ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾ എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. ഞാൻ പറയുന്നത് ഇതാണ്: 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ, വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയല്ല. എന്തെന്നാൽ പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല. എന്നാൽ ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ്. പിന്നെന്തിനാണ് നിയമം? വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടൂ. എന്നാൽ ദൈവം ഏകനാണ്. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്.
ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. പിന്തുടർച്ചാവകാശി വസ്തുവിന്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആഭാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 20 വരെയും. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനിയോ സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കുവാനായി ഓരോരുത്തരും താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ വംശത്തിലും കുടുംബത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും.
പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതന്മാരോട് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. ദൂതൻ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ കാണിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങളോട് പറയപ്പെട്ട പോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഈശോയ്ക്ക് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ലോകമെങ്ങും ആഘോഷിക്കുന്ന വലിയ ഉത്സവം ക്രിസ്തുമസ് നാനാജാതി മനസ്സർ ഒന്നു ചേർന്ന് ഏറ്റവും സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി പലവിധ കലാപരിപാടികൾ കൊണ്ട് സന്തോഷത്തിലും ആനന്ദത്തിലും
ആഘോഷിക്കുന്ന ഈ ഉത്സവം ഈ വർഷം വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ക്രിസ്മസായി മാറിയിരിക്കുകയാണ്. 2019 വർഷവും ആഘോഷിച്ച ക്രിസ്മസിനേക്കാളും വളരെ വ്യത്യസ്തമായി യഥാർത്ഥത്തിൽ ക്രിസ്മസിൻ്റെ ആഴവും ക്രിസ്മസിൻ്റെ അർത്ഥവും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ചൈതന്യവും ഉൾക്കൊള്ളുവാൻ പറ്റിയ ഒരു ക്രിസ്മസായി 2020 ക്രിസ്മസ് മാറിയിരിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഉത്സവമാണ്. അതൊരു വെളിച്ചത്തിൻ്റെ ഉത്സവമാണ്. അന്ധകാരനിബിഡമായ ലോകത്തിലേക്ക് വെളിച്ചമായി കടന്നു വന്ന ക്രിസ്തുനാഥൻ്റെ ജന്മദിനം ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ അതിൽ ക്രിസ്മസ് പപ്പായുണ്ട്, ക്രിസ്മസ് സമ്മാനങ്ങളുണ്ട്, ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് ഉണ്ട്, ക്രിസ്മസ് കേക്കുകളുണ്ട്, ക്രിസ്മസിന് പ്രത്യേകമായ കരോളുകളുണ്ട്, ക്രിസ്മസ് ഗാനങ്ങളുണ്ട്, ക്രിസ്മസ് പാതിരാ കുർബാനകളുണ്ട്, പടക്കം പൊട്ടിക്കാറുണ്ട്, അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഒരു ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി 2020 ക്രിസ്മസ് നമ്മളെ മാടി വിളിക്കുകയാണ്. ഈ ക്രിസ്മസ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്മസ് ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്നത്? ഇന്നത്തെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ യൗസേപ്പ് പിതാവും മാതാവും അവിടുത്തെ നിയമങ്ങളനുസരിച്ച്, അധികാരികളുടെ നിയമങ്ങളനുസരിച്ച് പേരെഴുതിക്കുവാനായിട്ടുള്ള അവരുടെ യാത്രയിൽ ശിശുവിന് ജന്മം നൽകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തുവിന് ജന്മം നൽകേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാൻ സാധിക്കാതെ പല സാഹചര്യങ്ങൾക്കുള്ളിലും പരിമിതികൾക്കുള്ളിലും മാറി നിന്നുകൊണ്ട് ദൈവപുത്രന് ജന്മം നൽകുകയാണ്. ഈ വർഷത്തെ ക്രിസ്മസ് ലോക്ക്ഡൗണിൻ്റെയും ക്വാറന്റൈൻ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ലോകം ആഘോഷിക്കുമ്പോൾ കൂടുതൽ ദൈവികതയിലേക്കും ആത്മീയതയിലേക്കും ക്രിസ്മസിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനുള്ള ചിന്തയിലേക്കും നമ്മളെ കടത്തിവിടുന്ന ഒരു ക്രിസ്മസ് കൂടിയായി ഇത് മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവ് ദാവീദ് വംശത്തിൽ പിറന്നവനായിരുന്നതിനാലും പേരെഴുതിക്കുവാനായിട്ട് പൂർണ്ണ ഗർഭിണിയായ മറിയത്തെ അവർക്കാകെ ആശ്രയമായിരുന്ന കഴുതപ്പുറത്ത് കയറ്റി ദൂരെ ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യാണ്. അങ്ങ് അവർ സ്വപ്നം കാണുന്ന ബേത്ലഹേം വളരെ അകലെയാണ്. അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ അവർക്ക് വളരെയേറെ പരിമിതികളുണ്ട്. പോകുന്ന വഴിയിൽ തൻ്റെ പ്രിയതമയ്ക്ക് പ്രസവ സമയമാണെന്ന് കാണുമ്പോൾ യൗസേപ്പിനുണ്ടാകുന്ന വേദനയും മുട്ടാവുന്ന വാതിലുകളും സത്രങ്ങളിലുമെല്ലാം മുട്ടി തുറക്കാൻ വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വാതിലുകളും അവർക്കെതിരെ കൊട്ടിയടക്കപ്പെടുമ്പോൾ എല്ലാവരാലും തിരസ്കൃതമായി ഒറ്റപ്പെട്ട ഒരു ക്വാറന്റൈൻ എക്സ്പീരിയൻസ് അവർക്ക് ലഭിക്കുമ്പോൾ എല്ലാ വാതിലുകളും അവർക്കെതിരെ ലോക്ക്ഡൗൺ ആകുമ്പോൾ അവർ പുൽത്തൊട്ടിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. മൃഗങ്ങൾ മാത്രമുള്ള സ്ഥലം. അവിടെ ഇതാ ദൈവപുത്രനും യൗസേപ്പ് പിതാവും മാതാവും അങ്ങനെ ലോകം മുഴുവനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്തയായിട്ട് ഉണ്ണീശോയ്ക്ക് പിറവി നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോക്ക്ഡൗണും അതുപോലെ ഒരു ചിന്തയിലൂടെയാണ് നമ്മളെ കടത്തിവിടുന്നത്. മനുഷ്യൻ ചിന്തിച്ചതിനും വിചാരിച്ചതിനും അപ്പുറത്തേക്ക് സമയവും കാര്യവും മാറിയിരിക്കുന്നു. അവൻ്റെ പരിധിക്ക് ഉള്ളിൽ നിൽക്കുന്നതിൽ അല്ലെങ്കിൽ അവൻ്റെ ചിന്തയ്ക്കും അവൻ്റെ കഴിവിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു. അതാ നമ്മളെ ഈ ക്രിസ്മസിൽ ദൈവം ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ ഇതാ പഴയ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് യഥാർത്ഥ പുൽക്കൂട്ടിലെ ക്രിസ്മസ് ചൈതന്യത്തിലേക്ക് കടന്നു വരണം. അവിടെ യൗസേപ്പ് പിതാവും മാതാവും ദൈവപുത്രന് ജന്മം നൽകുവാൻ വേണ്ടി, ദൈവപുത്രന് ഭൂമിയിൽ പിറവിയെടുക്കുവാൻ വേണ്ടി തങ്ങളെ തന്നെ ഒതുക്കി, തങ്ങളെ തന്നെ സാക്രിഫൈസ് ചെയ്ത്, തങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചയായി സമർപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതായപ്പോൾ ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ട് ദൂതന്മാർ വരുമ്പോൾ പാവപ്പെട്ട അട്ടിടയന്മാരുടെ അടുത്തേക്ക് വരികയാണ്. ലോകത്തിൽ വലിയ പ്രകാശം കണ്ട് അവർ ദൈവപുത്രനാണ് ഇത് യഥാർത്ഥത്തിൽ നിന്ന് തിരിച്ചറിയുകയും ഇപ്പോൾ തന്നെ പോയി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കണ്ട് ആരാധിക്കുകയും ചെയ്തു. പിന്നീട് കടന്നു വരുന്ന ജ്ഞാനികളും വിവേകികളുമായ മനുഷ്യരും ഇത് ഒരുപക്ഷെ ഇത് ദൈവവേദനാണോ, ഇവൻ കാലിത്തൊഴുത്തിൽ എന്തുകൊണ്ട് പിറന്ന് ചിന്തിക്കാതെ ഇത് ദൈവത്തിൻ്റെ മകൻ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ കാലിത്തൊഴുത്തിലേക്ക് കടന്നിയെന്ന് തങ്ങളുടെ ജ്ഞാനവും വിവേകവും മാറ്റിവെച്ച് ദൈവപുത്രന് മുമ്പിൽ താണു വണങ്ങുകയാണ്. 3 രാജാക്കന്മാരും വന്ന് പൊന്നും മീറയും കുന്തിരിക്കവും സമർപ്പിച്ച് അവൻ്റെ ദൈവപൈതലിന് മുമ്പിൽ
കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ശിശുവിൻ്റെ മുമ്പിൽ ദൈവവൈതലിനെ മുമ്പിൽ നിന്നുകൊണ്ട് മുട്ടുകൾ മടക്കുമ്പോൾ അവരും തങ്ങളുടെ ജീവിത പരിമിതികളിൽ നിന്ന് മാറ്റി നിർത്തി തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ എവിടെയല്ലേ ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്ദേശം? ഇപ്പോൾ ലോകവും അതുതന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ പരിമിതപ്പെടണം, മനുഷ്യൻ എളിമപ്പെടണം, മനുഷ്യൻ പരിമിതിക്കുള്ളിലേക്ക് മാറണം, മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിനോടുള്ള ചിന്തയുള്ളവനായി ജീവിക്കണം. അതാണ് ഈ ക്രിസ്മസ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ ക്രിസ്മസ് ആഘോഷവും പലപ്പോഴും ആർഭാടത്തിൻ്റെയും വലിയ അമിതമായ ആഹ്ലാദത്തിൻ്റെയും ഒത്തിരിയുള്ള തിന്നുകുടിച്ച് ആഹ്ലാദിക്കുന്ന വലിയൊരു ആർഭാടമായി മാറിയപ്പോൾ ഈ ക്രിസ്മസ് നമ്മളെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തി ചിന്തിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്മസിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ ക്രിസ്മസിനും നമ്മൾ നോയമ്പെടുക്കാറുണ്ട്, തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പുതിയ തീരുമാനങ്ങളും പുതിയ ഡിസിഷനും എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ക്രിസ്മസ് വരുമ്പോൾ അത് അവിടം വരെ എത്തിച്ചേരാതെ എല്ലാ ക്രിസ്മസും ന്യൂ ഇയർ കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ക്രിസ്മസിനെങ്കിലും ക്രിസ്തു നമ്മൾക്ക് യഥാർത്ഥത്തിൽ മിസ്സാകരുത്. എത്രയോ ക്രിസ്മസുകൾ കടന്നുപോയിട്ടും എത്രയോ ആഘോഷങ്ങളും ആർഭാടങ്ങളും കടന്നുപോയിട്ടും യഥാർത്ഥത്തിലുള്ള ക്രിസ്മസിൻ്റെ ചൈതന്യത്തിലേക്കും അതിൻ്റെ അർത്ഥം കണ്ടെത്തലിലേക്കും നമ്മൾ കടന്നുപോയിട്ടുണ്ടോ എന്ന് ഈ ക്രിസ്മസ് നമ്മളെ ചിന്തിപ്പിക്കട്ടെ. ഈ ക്രിസ്മസ് നമ്മളെ ഒരുക്കട്ടെ, ധ്യാനിപ്പിക്കട്ടെ. വേണ്ട വിധത്തിൽ നമുക്ക് ചിലപ്പോൾ ഒരുങ്ങാൻ സാധിച്ചിട്ടില്ലായിരിക്കും. ക്വാറന്റൈനെന്നോ ലോക്ക്ഡൗണെന്നോ മറ്റു കാരണങ്ങൾ കൊണ്ടോ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്ന യഥാർത്ഥമായ ചൈതന്യം നിറയേണ്ട, ആത്മീയത നിറയേണ്ട, യഥാർത്ഥത്തിൽ ദൈവവൈതലിനെ ഹൃദയത്തിലും ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും കണ്ടെത്തേണ്ട ക്രിസ്മസ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു വീണ്ടും വിചാരത്തിനും ഒരു വീണ്ടും വിചിന്തനത്തിനുമുള്ള സമയമാണ്. യഥാർത്ഥത്തിൽ ഈ ലോക്ക്ഡൗണും ക്വാറന്റൈനും നമ്മളെ യഥാർത്ഥ ക്രിസ്മസ് അനുഭവത്തിലേക്കും ക്രിസ്മസ് ചൈതന്യത്തിലേക്കുമാണ് നയിക്കുന്നത്. ആഹ്ലാദത്തിനും ലൗകിക സുഖങ്ങൾക്കും ലോകത്തിൻ്റെതായ താല്പര്യങ്ങൾക്കും സ്ഥാനത്തിനും പണത്തിനും സമ്പത്തിനും മാത്രം പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് ഈ ലോകത്തിൻ്റെ സംഭവ വികാസങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന് പുൽക്കൂട്ടിൽ വന്നു പിറന്ന ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ മാതൃകയെന്നും മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടി കടന്നു വന്നവൻ ജനിച്ചതും ജീവിച്ചതും മരിച്ചതും ഈ ലോകം വിട്ടുപോയതും എല്ലാം എളിമപ്പെടലിൻ്റെയും സ്വയം ചെറുതാകലിൻ്റെയും ഓർമ്മ നൽകേണ്ടതാണെന്ന് സ്മരിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് നല്ലൊരു പാഠമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഉണ്ണീശോയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇടവകയ്ക്കും എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഈ പ്രത്യേകിച്ച് നൈറ്റ് വിഷ്വൽ മാസങ്ങളിലോ ക്രിസ്മസിന് ഒരു കുർബാനയ്ക്ക് പോലും പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് വേദനയായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉണ്ണീശോ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ക്രിസ്മസിൻ്റെ അനുഭവവും സന്തോഷവും സമാധാനവും മാനസാന്തരവും പുതിയ തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുവാനുള്ള അനുഗ്രഹവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡോണ്ട് മിസ് ക്രൈസ്റ്റ് ഇൻ ദിസ് ക്രിസ്മസ്. ഈ ക്രിസ്മസിനെങ്കിലും ക്രിസ്തു നിങ്ങൾക്ക് മിസ്സാകാതിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് മനുഷ്യനായി പിറന്ന മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നുവെന്ന് ഏറ്റു പറയാം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിനീതരായ അക്ഷരന്റെയും ജ്ഞാനികളായ ശാസ്ത്രജ്ഞരെയും ദിവ്യശിശുവിന്റെ സൗജത്തിലേക്ക് നയിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്റെ തിരുക്കുമാരന്റെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാവം മൂലം അടയ്ക്കപ്പെട്ട പർദീസായുടെ വാതിൽ തുറന്നു തരുന്നതിനും മനുഷ്യ ശരീരമെടുത്ത് ഞങ്ങളുടെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങയുടെ പ്രിയസുതനെ അയച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്റെ ഏകജാതങ്ങൾ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദാസന്റെ വേഷം ധരിച്ച് കാലത്തൊഴുത്തിൽ പിറന്ന ദിവ്യസുതൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലത്തെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസ് മെത്രാപ്പോലത്തെയും മറ്റുള്ള മെത്രാമാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാമോത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങയുടെ തിരുക്കുമാരനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യകന്യകയായ മറിയത്തോടും
നീതിമാനായ മാർ യോസേഫിനോടും വിനീതരായ ആട്ടിടരോടും കൂടി ഞങ്ങളും ദൈവവേദനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യാവതാരത്താൽ ധന്യരായ ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും മിശിഹ അവതീർണനാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈകവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കി നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകലബോധന്മാരെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരും ദയാവ യോഗ്യരാക്കുകയും ചെയ്യണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ.
മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിനോക്കിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊപ്പം യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയകരങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ദൈവത്തെ നോക്കാം. നിത്യം വാഴ്ത്തിടാം. സർവശക്തനാഥനാം ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തനാഥനാമേക ദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ഥദൈവമാം സത്യദാതനങ്ങളിൽ നാദ്യജാതനാം സൃഷ്ടിയല്ല പുത്രനാം യേശു ദൈവജൻ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണേക സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മധ്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മധ്യരൂപമാർന്നികേ അന്യരാംബദൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവി മണ്ണിലുത്തിരൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്ന്നു മനിതകാന്തി ഒടുവിലെത്തും ഈ മഹിയിൽ അന്ന് വിധിയുമായി സകലരും ശ്രവിക്കും അന്ത്യവിധി വിനീതരാ. താതനിൽ നിന്നെന്ന പോലെ സുതരിൽ നിന്നുമേ
ചൊല്ലു സാദരം ഞങ്ങളേവരും. മധ്യമുക്തിയാമുയർപ്പും നിത്യജീവനും ഏറ്റുചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും. സർവശക്തനാഥനാകുമേകദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയെ. സർവത്തിന്റെ നാഥനായ ദൈവം നല്ല രീതിയിൽ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാസ്തുമാരും പുത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരൻ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ വീണ്ടുവാൻ നമ്മെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും മനോഭാവത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഊഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരം വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരം വിചാരങ്ങൾ. പ്രാണം ഇസഹാക്യാങ്കോവെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങേ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. മാലാഖവൃന്ദങ്ങൾ പാടിടുന്നു, സ്വർലോകനാഥൻ പരിശുദ്ധൻ, രാജാക്കന്മാരുടെ രാജാവാം സർവാധിനാഥൻ പരിശുദ്ധൻ. മാലാഖവൃന്ദങ്ങൾ പാടിടുന്നു, സ്വർലോകനാഥൻ പരിശുദ്ധൻ, രാജാക്കന്മാരുടെ രാജാവാം സർവാധിനാഥൻ പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ വാണിടുന്നതാം സർവശക്തനാം സൃഷ്ടാവിനെ വന്ദിദേവരും കീർത്തനങ്ങളാൽ ഏറ്റുപാടുന്നു ഹോശാന. ഉന്നതങ്ങളിൽ വാണിടുന്നതാം സർവശക്തനാം സൃഷ്ടാവിനെ വന്ദിദേവരും കീർത്തനങ്ങളാൽ ഏറ്റുപാടുന്നു ഹോശാന. ഹോശാന 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 ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച്
പാപികൾക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ വാത്തുപണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജോസ് മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, അൽമായ പ്രേക്ഷകർ, സമർപ്പിതർ, കുടുംബസ്ഥർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായതും വർദ്ധിച്ചു നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും കർത്താവേ, അങ്ങയുടെ തിരുപ്പിറവിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങ് നൽകുന്ന യഥാർത്ഥ സമാധാനവും ശാന്തിയും ക്രിസ്മസിന്റെ യഥാർത്ഥ അർത്ഥവും മനസ്സിലാക്കി ജീവിക്കുന്നതിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും വളരെ പ്രത്യേകമായ ദിവസം ക്രിസ്മസിന് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാൻ സാധിക്കാതെ വിഷമത്തിലും വേദനയിലുമായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ എല്ലാ ഉപകാരികൾക്കു വേണ്ടിയും ഞങ്ങളുടെ സമൂഹങ്ങളിലും കുടുംബങ്ങളിലും ആശുപത്രിയിലും രോഗികളായി കഴിയുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ ഈ 25 നോമ്പിൽ പ്രത്യേകമായി നിയോഗിച്ച് സമർപ്പിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയും ദൈവമേ, അയോഗ്യനും ഭാഗ്യമായി എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു.
ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവനായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, ത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവനായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നാരണത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ആകുലരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും വയോത്യനകവും പരിശുദ്ധവും ജീവനായകവും ദൈവികവും ആരോഗ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരവ് പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവവും രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് എപ്പോഴും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ശരീരവിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമിയാരാധന ആരാധന 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 ആരാധന. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥന ദൈവത്തോട് കൃപയും പാമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവിന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവിന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവിന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവിന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവിന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകപിതാവ് പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. നിഗൂഢമായിരിക്കുന്നതും പാപവിമോചനത്തിനായി നമുക്ക് വേണ്ടി നൽകപ്പെട്ടതുമായ രഹസ്യത ആത്മാശരീര വിശുദ്ധിയോടെ നമുക്കിതിനെ സമീപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
രാജരാജൻ മയങ്ങുന്നു കാവൽ മാലാഖമാരേ. പരിശുദ്ധാത്മാനുഗ്രഹത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെയുമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സകല മനുഷ്യ സങ്കല്പങ്ങൾക്കും അതീതമായി ദൈവപുത്രനായ മിശിഹ ഒരു ശിശുവായി പുൽത്തൊട്ടിയിൽ പിറന്നുവല്ലോ. ഞങ്ങൾ അർപ്പിച്ച ബലിയിൽ അവിടുന്ന് സ്വയം മറിച്ച് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ തന്നെ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എളിയ സാഹചര്യങ്ങളിൽ പോലും അങ്ങയുടെ സാന്നിധ്യം അന്വേഷിക്കുവാനും വിവേചിച്ചറിയുവാനുമുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായ മനുഷ്യ അവതാരം വഴി മനുഷ്യവർഗത്തെ ആനന്ദിപ്പിച്ചതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തിരുപ്പിറവയുടെ സദ്വാർത്ത കേട്ട് ആനന്ദിക്കുവാനും അത് അറിയിക്കുവാനും എളിയവരായ ആട്ടിടയന്മാരെ നീ അനുഗ്രഹിച്ചുവല്ലോ. ഈ സദ്വാർത്ത ആഴത്തിൽ ഉൾക്കൊണ്ട് ലോകത്തെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയെന്ന് നിരന്തരം പാടിസ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. പൂർവപിതാക്കൾ മൊഴിയുകയാ വിവിധ തരത്തിൽ കാലത്തിൽ പ്രവചനമഹിലം സമയത്തിൻ തികവിൽ തിരുസുതനാഗതനായി പാപത്തിൻ മതിൽ നീക്കുകയും പരമാനന്ദം നൽകുകയും കനിവോടു ചെയ്തതിനാദരവാ കരുണാരൂപനെ വാഴ്ത്തിടാം. എന്നീ ബലിയിലണഞ്ഞിടാൻ കഴിയാത്തവരിൽ കർത്താവിൻ കൃപയുണ്ടാകണമെന്നാളും ദിവ്യാനുഗ്രഹം അതുപോലെ പരിപാവനമീ യാഗത്തിൽ പങ്കാളികളായി തീർന്നവരെ തിരുജനനം വരമരുളട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിയുടെ മേൽസ്തുതിയും ഞങ്ങളുടെ കർത്താവിന്റെ മേൽ സ്തുതി. കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ ഒരു കൂടെ നിത്യപുരോഹിതനായ ഈശോ അങ്ങേദാസന്മാരായ വേദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അവൻ നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം കൊടുക്കുന്ന അവരുടെ കൃഷപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകസ്ഥയോട് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരുടെ ലോകതന്ത്രങ്ങൾ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഹൃദയത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും
പരത്തിനിത്യ സൗഭാഗ്യത്തിന്റെ മോടമായി തീരട്ടെ. ആമീൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദ്യരാജ്ഞിയെ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ രോഗമായി കാത്തുകൊള്ളണമേ. അനുശേഷിക്കാം. അറിയിപ്പുകൾ. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള അടുത്ത വിശുദ്ധ കുർബാന നാളെ വൈകിട്ട് 6 മണിക്കായിരിക്കും. വൈകിട്ട് 6 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേരത്തെ അറിയിച്ചിരുന്നതുപോലെ 7:30 നമ്മുടെ ഇടവകയുടെ വെർച്വൽ ക്രിസ്മസ് ഫാമിലി ഗ്യാതറിംഗ്, ഇടവക ഒന്നായിട്ടൊരു കുടുംബം പോലെ ക്രിസ്മസിന് നമ്മൾ ഒന്നിച്ചേരുന്ന വെർച്വൽ പ്രോഗ്രാമുണ്ട്. കുറേ നാളുകളായിട്ട് നമുക്ക് പരസ്പരം കാണുവാനോ പരസ്പരം സംസാരിക്കുവാനോ ഒന്നിച്ചു കൂടുവാനോ സാഹചര്യമില്ലാത്തതിനാൽ ഈ ക്രിസ്മസിന് നമ്മൾ നമ്മുടെ സന്തോഷവും നമ്മുടെ മെസ്സേജസൊക്കെ നമ്മുടെ ഇടവകക്കാരെയും പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുവാൻ വേണ്ടി നമ്മൾ വെർച്വൽ ഈ ക്രിസ്മസ് ഗ്യാതറിംഗ് വെക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ആരും മിസ് ചെയ്യാതെ ഈ പ്രോഗ്രാമിൽ കുടുംബസമേതം പങ്കെടുക്കണം. എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഇടവകാംഗങ്ങളെല്ലാവരും യുവജനങ്ങളും എല്ലാവരും അതിൽ പ്രത്യേകം പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ആ പ്രോഗ്രാമിനോടനുബന്ധിച്ച് തന്നെയാണ് നിങ്ങളോട് മക്കളെയൊക്കെ ഓരോ പ്രോഗ്രാം ഫാമിലിയായിട്ടോ മക്കളായിട്ടോ ഏത് പ്രോഗ്രാം പ്രിപ്പയർ ആ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുവാനും അങ്ങനെ ക്രിസ്മസിൻ്റെ സന്തോഷത്തിൽ നിന്ന് ഒരുമിച്ച് പങ്കുചേരുവാനുള്ള വലിയ അവസരമാണ്. അത് നഷ്ടപ്പെടുത്തരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നാളെ വൈകിട്ട് 7:30 മുതൽ 8:30 വരെയുള്ള സമയം. നമ്മുടെ ക്രിസ്മസിനോടും ന്യൂ ഇയറിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഫണ്ട് റൈസിങ് പ്രോഗ്രാമായ ടിക്കറ്റ് സെയിലിലേക്ക് നിങ്ങൾ കൂടുതലും സഹകരിക്കണം. നന്നായിട്ട് ഒരു വിധത്തിൽ സഹകരിക്കുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം നിങ്ങളുടെ ഫാമിലി യൂണിറ്റ് വഴി കോർഡിനേറ്റേഴ്സ് വരുമ്പോൾ നിങ്ങളുടെ ടിക്കറ്റുകൾ കുടുംബങ്ങളുടെ എണ്ണം അനുസരിച്ച് നന്നായിട്ട് വാങ്ങിച്ച് സഹകരിക്കണം. പെരുന്നാളിലുണ്ടായിരുന്ന അതേ സഹകരണം തന്നെ കുടുംബാംഗങ്ങളും ഇടവാംഗങ്ങളും ഇടവകയിലുള്ള എല്ലാവരും പ്രത്യേകിച്ച് അതിനോട് സഹകരിക്കണമെന്നും കുറഞ്ഞ ഒരാളൊരു ടിക്കറ്റെങ്കിലും എടുത്തിരിക്കണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ വർഷം നിങ്ങൾ ഇടവകയ്ക്ക് ചെയ്ത എല്ലാ സേവനങ്ങൾക്കും പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ന്യൂ ഇയറിനാണെങ്കിൽ നമുക്കിനി ഒരു ലൈവ് മാസം ഉള്ളത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾക്കൊരിക്കൽ കൂടി നിങ്ങളുടെ ഇടവകയ്ക്ക് ചെയ്ത എല്ലാ സഹകരണത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ ഇടവകയിൽ നിന്നും അയച്ച ഇമെയിലുകളൊക്കെ പ്രത്യേകിച്ച് ആനുവൽ കോൺട്രിബ്യൂഷൻ സംബന്ധിച്ച എല്ലാ ഇമെയിലുകളൊക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് കുറച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഇനിയും 3-4 ദിവസം കൂടെയുണ്ട് ഇയർ എൻഡിങ്ങിന് വേണ്ടി. അപ്പോൾ അതിനു മുമ്പായിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇമെയിലിൽ അയച്ചിരുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് തന്നെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് സഹകരിക്കണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഇന്നത്തെ ക്രിസ്മസ് പ്രോഗ്രാമുകൾക്ക് വേണ്ടി എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്ത് എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഗായക സംഘത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മളൊക്കെയാണ് 3 കുർബാനയാണ് ഇന്ന് പാടുന്നത്. ബാക്കി കൊയർ മെമ്പേഴ്സ് പ്രാക്ടീസ് ചെയ്ത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു കുർബാന നടത്തിക്കാൻ വേണ്ടി സഹായിച്ചു. ഒപ്പം തന്നെ ഈ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്ത SMY യൂത്തിലെ എല്ലാ അംഗങ്ങൾക്കും അന്ന് ഇവിടെ ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാം. നിങ്ങളുടെ യുവജനങ്ങളുടെ ഇടവകയിലെ സാന്നിധ്യം നിങ്ങൾ അറിയിക്കുന്നത് ഇതുപോലെ ക്രിസ്മസിനും ന്യൂ ഇയറിനും മറ്റു പ്രോഗ്രാമുകൾക്കൊക്കെ നിങ്ങൾ ആർക്കുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ഇടവകയ്ക്ക് ചെയ്തുകൊണ്ടും ഇടവകയിലെ യൂത്ത് എന്ന നിലയിൽ ഒരുമിച്ച് നിന്നുകൊണ്ടുമാണ്. അതിൽ നിങ്ങൾ കാണിക്കുന്ന എല്ലാ ഇനിഷ്യേറ്റീവിനും എല്ലാ സഹകരണത്തിനും പ്രത്യേകം നന്ദി പറയാം. നമുക്കൊരു നല്ല കയ്യടി കൊടുക്കാം അവർക്ക്. അപ്പം തന്നെ നമ്മുടെ സ്റ്റേജിൽ ഓൾട്ടറൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ചോദിച്ചേട്ടനും ഫാമിലിക്കും പ്രത്യേകം ഒരു നന്ദി പറയുന്നു. അവർക്കൊരു കയ്യടി. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള എല്ലാ പ്രോഗ്രാമുകളും ഫണ്ട് റൈസിങ് പ്രോഗ്രാം മറ്റു പ്രോഗ്രാമുകളെല്ലാവരും സഹകരിച്ച എല്ലാവർക്കും പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് കോർഡിനേറ്റേഴ്സ് എല്ലാവർക്കും പ്രത്യേകിച്ച് 3 കുർബാന അർപ്പിക്കാൻ വേണ്ടി ലൈവ് ചെയ്യാൻ വേണ്ടിയൊക്കെ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയും. സനീഷേട്ടനും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയും. നിങ്ങൾക്ക് 12:30 കുർബാനയ്ക്ക് ഒരു നല്ല ക്ഷീണമുള്ളവരെ എനിക്ക് തോന്നുന്നതാണ്. ഞാൻ 3 കുർബാന കേട്ടിട്ട് എനിക്കില്ലാത്ത ക്ഷീണം നിങ്ങൾക്കുണ്ട്, എനിക്കറിയാം. അതിലെ കുർബാന പൊതുവെ അങ്ങനെയാണ്. 3 കുർബാന പാട്ടുപാടി പ്രസംഗം പറഞ്ഞ് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം കാരണം 2 കുർബാന ബുക്ക് ചെയ്തത് തന്നെ 2 മിനിറ്റിനുള്ളിൽ 30 സീറ്റും കഴിഞ്ഞ് 3ാമതൊരു കുർബാനയ്ക്ക് വേണ്ടി ആൾക്കാർ ചോദിച്ചപ്പോൾ ഞാൻ 5 മണിക്ക് ഒരു കുർബാനയും കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. ഇനിയും കുർബാന ചെയ്യാൻ സമയം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തതാണ്. ഇനി പാതിരയൊക്കെ കടന്നത് 5 മണി മുതൽ നമുക്ക് കുർബാന ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തുള്ളവരുടെ സഹകരണം കൂടെ അവരുടെ സാഹചര്യം അനുസരിച്ച് കൂടിയാണ് നമ്മൾ കുർബാന ചെയ്തത്.
ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. നമുക്ക് 30 പേർക്കെങ്കിലും നമുക്ക് കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നുണ്ട്. ഐ തിങ്ക് നമ്മുടെ പ്രൊവിൻസിൽ മാത്രം അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളൂ. നമ്മുടെ അയൽവക്ത പ്രൊവിൻസിലും ബാക്കി എല്ലാ പ്രൊവിൻസിലും 5 പേർക്കും ഉള്ളൂ. അപ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നമുക്കൊരു ക്രിസ്മസ് കുർബാന കൂടാനുള്ള വലിയ അനുഗ്രഹം ദൈവം നമുക്ക് തരുന്നു. അതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ഇരുന്ന സ്ഥലങ്ങളെല്ലാം സാനിറ്റൈസ് ചെയ്ത് പോവുക. നാളെയും വൈകിട്ട് ഇവിടെ തന്നെയായിരിക്കും കുർബാന. ഞായറാഴ്ചത്തെ കുർബാനയും ഇവിടെയാണ്. ശനിയാഴ്ച രാവിലെയുള്ള കുർബാനയും ഇവിടെയാണ്. അതുവരെയും ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കുർബാനയ്ക്കിടയിൽ നേർച്ച നമ്മളെടുത്തില്ല. അതിന് പ്രത്യേക കാരണം നിങ്ങൾക്ക് ഉണ്ണിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പ്രത്യേകം ഈ വിശുദ്ധ ബലിയിൽ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങി പ്രാർത്ഥിച്ച് ഇവിടെ നേർച്ചയിട്ടതിന് ശേഷം നിങ്ങൾ പോവുക. ഒരു ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്ത് തന്നെ പോകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പോലെ താരമെന്നും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. പോലെ താരമെന്നും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. ഉന്നതനെ വാഴ്ത്തിടാത്ത സ്വരത്തോടെ ഓ ഭിന്നതയാം ചെങ്കലകൾ പൊട്ടി തുറങ്ങട്ടെ. ഉന്നതനെ വാഴ്ത്തിടാത്ത സ്വരത്തോടെ ഓ ഭിന്നതയാം ചെങ്കലകൾ കെട്ടി തുറങ്ങട്ടെ. താരമെന്നും മിന്നി പോലെ മഞ്ഞ പെയ്തുവല്ലോ കണ്ണീരിന്റെ വണ്ടി.